എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിണങ്ങിയേക്കും, പക്ഷേ അവർ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, തീർച്ച. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ സിംഹം പൈലാൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. പിണങ്ങും, പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തി ഉപേക്ഷിക്കില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുണ്ട്. നിങ്ങളോട് പരിഭവവും പിണക്കമൊക്കെ കാണിക്കും, ദേഷ്യം കാണിക്കും, സങ്കടം കാണിക്കും, നിങ്ങളോട് ഗൗരവവും കാണിക്കും. പക്ഷേ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾക്കറിയില്ല. ആ സ്നേഹം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് പിണങ്ങുമ്പോഴും നിങ്ങളോട് പിണങ്ങിയതിൻ്റെ പേരിൽ ഉള്ളിൽ വിഷമിക്കുന്ന ഒരു മനസ്സാ വ്യക്തിക്കുണ്ട്. എന്തൊക്കെ പിണക്കം നിങ്ങളോട് കാണിച്ചാലും, എന്തൊക്കെ മനോവിഷമം നിങ്ങളോട് കാണിച്ചാലും അതൊന്നും വകവയ്ക്കാതെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് പരിധികളില്ലാത്ത സ്നേഹം നൽകുന്ന ഒരു മനസ്സാ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ ആ മനസ്സിൽ നിന്നാണ് നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഗൗരവം നിങ്ങളോട് നടിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളെ കൂടുതൽ സ്നേഹിച്ച് വഷളാക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ സ്നേഹിച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കാതിരിക്കാൻ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്ന, നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിയുടെ ആ മനസ്സിൻ്റെ ശുദ്ധത, ആ വ്യക്തിയുടെ ആ മനസ്സിൻ്റെ മൂല്യം, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിലപാട് തന്നെയാണ് ആ വ്യക്തിക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും നിങ്ങളോട് സങ്കടപ്പെട്ടാലും നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്കിനി ആരുണ്ട്? നിങ്ങളെ ആട്ടിയിറക്കിയാലും ആ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും. ഞാൻ ആട്ടിയിറക്കിയാൽ എൻ്റെ വ്യക്തി എവിടെ പോകും? ഞാൻ പറഞ്ഞു വിട്ടാൽ എൻ്റെ വ്യക്തി എവിടെ പോകും? അങ്ങനെ ഒരു ചിന്തയോടുകൂടി എപ്പോഴും ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഘർഷങ്ങളും ഒക്കെ ഉള്ളൊരു ജീവിതമാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഓടി ഒളിച്ച് പോകാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായ സ്നേഹമായതിനാൽ ആ സ്നേഹം നൽകിയിട്ട് അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു ദുഃഖം എപ്പോഴും ഉണ്ട്. നിങ്ങൾ പരിഗണിക്കേണ്ടത് പരിഗണിച്ചില്ലെങ്കിൽ അത് നിങ്ങളോടും പിണക്കാവും. വലിയ ധൈര്യശാലി ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആണെന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ കരുതും. പക്ഷേ ഒട്ടും ധൈര്യമില്ലാത്ത പഞ്ഞി പോലെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയെ കൂടിയാണ്. എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ മനസ്സിൽ വിഷമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗൗരവമുള്ളൊരു വ്യക്തിയെപ്പോലെ പുറമേ പെരുമാറുമ്പോഴും ഉള്ളിലൊരു കുഞ്ഞു കുട്ടി ആശങ്കയോടെ, സ്വല്പം ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു ഹൃദയ വ്യക്തിക്കുണ്ട്. അടുത്തായിട്ട് റോസാ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി പ്രണയത്തിൻ്റെ പര്യായമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് സംഘർഷങ്ങളും പറയുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഭാവങ്ങൾ, അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. പ്രണയിക്കാൻ വേണ്ടി മാത്രം, അതും നിങ്ങളെ പ്രണയിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മമാണ് ആ വ്യക്തിയുടേത്. എന്തൊക്കെ പരിഭവം പറഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാൻ ആ വ്യക്തിക്കാവില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും ആവാഹിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തി പ്രണയത്തിൻ്റെ ഒരു പര്യായമാണ്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിക്കില്ല. നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചതുപോലെ ആർക്കും സ്നേഹിക്കാനും കഴിയില്ല. അത്രത്തോളം സ്നേഹത്തിൻ്റെ ഒരു വലിയ പര്യായമായി, ഒരു വലിയ ശക്തിയായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളെ ആ വ്യക്തി അതിജീവിച്ചു, അത് ആ വ്യക്തിക്ക് ഒരുപക്ഷെ ഓർത്തെടുക്കാൻ കഴിയില്ല. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മനസ്സാണ് ആ വ്യക്തിയുടേത്. ഒരുപാട് പേര് നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ ഒരുപാട് കഷ്ടപ്പെടുത്തി.
ഒരുപാട് പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ആ വ്യക്തിയെ മാറ്റാൻ നോക്കി. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ എത്ര ഗൗരവം, എത്ര പിണക്കം, എത്ര വാശി നിങ്ങളോട് കാണിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. നിങ്ങളും ആ വ്യക്തിയും കൂടുമ്പോഴാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയം ഏറ്റവും സാഫല്യം ഉണ്ടാകുന്നത്. പ്രണയ സാഫല്യം നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല. നിങ്ങളെ സ്വപ്നതുല്യം സ്നേഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കെന്നും നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രണയത്തിൻ്റെ ഒരു പര്യായമായിട്ട് ആ വ്യക്തി എപ്പോഴും ഉണ്ടാവും. എത്രയെത്ര ആളുകളെ നിങ്ങൾ കണ്ടു, എത്രയെത്ര ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിച്ചു, പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരിഷ്ടം, അവരോടൊന്നും തോന്നാത്ത ഒരു താല്പര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വ്യക്തിയോടുണ്ടായി. അതാലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആരാണ് ആ വ്യക്തി എന്നുള്ളത്. ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആരും നിങ്ങളെ സ്നേഹിക്കില്ല. പരിഭവം കാണിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നെന്നും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.